നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ രാത്രിയോടെ അവിടെ എത്തിയാൽ മതി. കുറച്ച് കാശ് ഞാൻ നിനക്ക് അയച്ചു തരാം. അതുവരെ നീ ഒന്ന് അവിടെ നിൽക്ക്. ശരിയെന്നാ ഞാൻ പോവാം. ഇത് തച്ചിലെടുത്ത് വീടിന്റെ താക്കോല് തന്നെയാ. ഇതാണ് തച്ചിലെടുത്ത് വീടിന്റെ താക്കോല്. ശരി, ഞാൻ ഇന്നീന് അങ്ങോട്ട് പോവാം. എന്നാ ശരി, നിങ്ങൾ പൊക്കോ. ദിനേശൻ തന്നെ അതിന്റെ പിന്നിലെന്ന് ആർക്കാ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇത്തരം ഉടായ്പകൾക്ക് ബിരുദം എടുത്തവനല്ലേ ദിനേശൻ? കിച്ചൻ ഒന്നും അറിയാതെ ഒരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് മംഗലശ്ശേരിയിലേക്ക് കയറി വരുമെന്ന് ഗൗതം കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ ഈ പറഞ്ഞതുപോലെ ഈ ഒത്തുകളിയിൽ ലച്ചുവിനും ദിനേശനും തുല്യ പങ്കാവുള്ളത്. ലച്ചുവിന്റെ മുഴുവൻ കഥകളും അറിഞ്ഞാണല്ലോ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ മംഗലശ്ശേരിയിൽ വന്നവൻ പെർഫോം ചെയ്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ലച്ചുവിന്റെ ഭർത്താവ് ആരെന്ന് അവൻ അറിയാമെന്നല്ലേ? കിച്ചന്റെ വരവിന് പിന്നിൽ സഞ്ജുവിന്റെ മൗനാനുവാദവും ഉണ്ട്. കിച്ചനെ പിടികൂടിയാൽ നമ്മൾ അന്വേഷിക്കുന്ന പല സത്യങ്ങളും പുറത്തുവരും. നീയും ദിനേശനും തമ്മിൽ വെല്ലുവിളി നടന്ന സ്ഥിതിക്ക് ദിനേശൻ വെറുതെ ഇരിക്കില്ല. അവൻ ഇതിനോടകം തന്നെ എപ്പോഴേ ലച്ചുവിനെ നാട് കടത്തിയിട്ടുണ്ടാവും. എനിക്ക് കിച്ചനെ കണ്ടെത്തിയേ പറ്റൂ. അതിന് ഗൗതം എന്നെ സഹായിക്കണം. നിനക്ക് എന്നെ കൊണ്ട് ആവശ്യങ്ങളൊന്നും വേണ്ടായിരുന്നല്ലേ? ഇപ്പൊ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലോ വേണ്ടത്. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ഗൗതം കാണണം. ലച്ചുവിനെ മംഗലശ്ശേരി വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ എന്തിനും ഒപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. കിച്ചു എവിടെയുണ്ടെങ്കിലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും. നീ ഇപ്പൊ പൊയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.